ദൈവത്തിൻ്റെ പരിപാലനം എന്നോണമാണ് ഞാൻ നമ്മുടെ കേരള ജനതയെ നെഞ്ചിലേറ്റിയ ജനപ്രിയ മുഖ്യമന്ത്രി നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറിൻ്റെ മകൻ ചാണ്ടി ഉമ്മൻ വത്തിക്കാനിൽ വെച്ച് കണ്ടുമുട്ടാൻ ഇടയായി. ദൈവത്തിൻ്റെ പരിപാലനം എന്നോണം അദ്ദേഹം മോസ്കോയിൽ സർവ്വമത സമ്മേളനത്തിന് പോയിട്ടാണ് ഇപ്പോൾ ഇവിടെ പ്രിയപ്പെട്ട ഫ്രാൻസിസ് പിതാവിന് വേണ്ടി അന്ത്യോപചാരം അർപ്പിക്കുവാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്കറിയാം ചാണ്ടി ഉമ്മൻ സാർ പല സാഹചര്യങ്ങളിലായിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയെ കണ്ടിട്ടുണ്ട്. ഏതായിരുന്നാലും അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ, പ്രത്യേകിച്ച് മാർപ്പാപ്പ ഇങ്ങനെ പെട്ടെന്ന് ഒരു സാഹചര്യത്തിൽ ദിവംഗതനായ വാർത്ത കേട്ട് കഴിഞ്ഞപ്പോൾ സാറിന് മനസ്സിൽ തോന്നിയ ചിന്തകൾ നമ്മുടെ പുതുപ്പള്ളി മണ്ഡലത്തിൽ നിന്നുള്ള പ്രിയപ്പെട്ട MLA നമ്മളോട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കാരണം വ്യക്തിപരമായി പല സാഹചര്യങ്ങളിലായിട്ട് അദ്ദേഹം മാർപ്പാപ്പയെ കണ്ടിട്ടുണ്ട്. ആ ഒരു സെൻറ്റിമെൻസും ഉള്ളിലെ ചിന്തകളും ഈ നിമിഷം പങ്കുവയ്ക്കുന്നത് തീർച്ചയായിട്ടും അനേകർക്ക് പ്രചോദനകരമായിരിക്കും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് പിതാവിനെ കാണുന്നത് 2020 ഫെബ്രുവരിയിലാണ്. കൊറോണയ്ക്ക് തൊട്ട് മുമ്പ് ആണ് അദ്ദേഹത്തെ കാണുന്നത്. അന്ന് വളരെ ഊർജ്ജസ്വലനായി നടന്ന് എൻ്റെ അടുത്ത് വന്ന പിതാവിനെ ഓർക്കുകയാണ് ഞാൻ. 1 മിനിറ്റേ ഞാൻ കണ്ടുള്ളൂ, അല്ലെ 10 സെക്കൻഡേ കണ്ടുള്ളൂ. പക്ഷേ അത് ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ്. അപ്പം ഞാനൊന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയാനാണ് ഞാൻ വന്നതെങ്കിൽ അത് എന്നോട് പറഞ്ഞപ്പോൾ ഞാനൊന്ന് ചെട്ടി. അത് ഒരു സ്വാഭാവികമായിട്ടും പിന്നെ ഓർത്തു അദ്ദേഹം ആദ്യമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് തന്നെ പറഞ്ഞത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് ലോകത്തോട് പറഞ്ഞത്. അപ്പം അത്രയും എളിമത്വം സൂക്ഷിക്കുന്ന അദ്ദേഹം കാണുന്ന ഓരോ വ്യക്തിയിലും ആ ഒരു സന്ദേശമാണ് കൈമാറിയെന്ന് എനിക്കന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അത് കഴിഞ്ഞ് എനിക്ക് അധികം സന്തോഷം 2024 ഓഗസ്റ്റ് 13 അദ്ദേഹത്തെ അടുത്ത് ഇപ്പോൾ നമ്മളിങ്ങനെ സംസാരിക്കുന്ന ഒരു അവസരം കിട്ടിയത്. 15-20 മിനിറ്റ് അദ്ദേഹം സംസാരിക്കുവാൻ സാധിച്ചു. ഞങ്ങൾ 3 പേര് സർവ്വമത സമ്മേളനം, നമുക്കറിയാം ശ്രീനാരായണ ഗുരു ദേവൻ സ്ഥാപിച്ച സർവ്വമത സമ്മേളനത്തിൻ്റെ 100-ാം വർഷമാണ് കഴിഞ്ഞ വർഷം. അതിൻ്റെ ഒരു സമ്മേളനം വത്തിക്കാനിൽ വെച്ച് നടത്തണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ ഞാനും വീരേശ്വരൻ സ്വാമിജിയും അതുപോലെ തന്നെ ബാബുരാജ് സാറും ഞങ്ങൾ 3 പേരും കൂടെ വന്ന് വിവന്റെ കൂവക്കാട്ട് പിതാവിൻ്റെ പിന്തുണയോടുകൂടി അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹത്തിന് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇറ്റാലിയൻ ഭാഷയിൽ തർജ്ജമ ചെയ്തു കൂവക്കാട്ട് പിതാവ്. സ്വാമിയാണത് പറഞ്ഞു കൊടുത്തത് മലയാളത്തിൽ. അതുപോലെ തന്നെ ഞങ്ങളുമായിട്ട് കുറേ നേരം ചിലവഴിക്കാൻ. പക്ഷെ അന്ന് ഇച്ചിരി ക്ഷീണിച്ചാണ് ഞാൻ കണ്ടത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മാസം അദ്ദേഹം വീൽ ചെയറിലാണ് ഞങ്ങളടുത്ത് വന്നത്. ഞങ്ങൾക്ക് ഈ സർവ്വമത സമ്മേളനത്തെ ഡിസംബർ നടത്തുവാനുള്ള അനുമതി അദ്ദേഹം നൽകി. എന്നിട്ട് വളരെ അനുഗ്രഹമൊക്കെ മേടിച്ച് വലിയ സന്തോഷത്തിലാണ് പോയെങ്കിൽ അദ്ദേഹം അല്പം ക്ഷീണിതനായിരുന്നു. അപ്പം എനിക്കൊരു ചെറിയൊരു വിഷം തോന്നി, അദ്ദേഹം ക്ഷീണിതനാണല്ലോ എന്നെൻ്റെ മനസ്സിൽ തോന്നി. പക്ഷെ അത് ഞങ്ങൾക്കെല്ലാം വലിയ അനുഭവമായിരുന്നു. കാരണം ഇത്രയും അടുത്തൊരു പരിശുദ്ധ പിതാവിനെ കാണുവാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വലിയൊരു അവസരമായിരുന്നു. അതിനുശേഷം സർവ്വമത സമ്മേളനം നടന്നപ്പോൾ അന്ന് എനിക്ക് വലിയ സന്തോഷമായിരുന്നു. കാരണം അദ്ദേഹം നടന്നുകൊണ്ട് സ്റ്റിക്ക് ഉണ്ടായിരുന്നെങ്കിൽ നടന്നാണ് ആ ഹാളിലേക്ക് കടന്നു വയ്യാതിരുന്നിട്ടും വളരെ ഊർജ്ജസ്വലനായി ചിരിച്ചുകൊണ്ട് പ്രസന്നവദനായി ഫുൾ മൂഡിലായിരുന്നു അദ്ദേഹം ഇരുന്നത്. അദ്ദേഹം നടന്നു കയറി വന്നു, കസേരയിലിരുന്നു, എഴുതി തയ്യാറാക്കിയ ഗുരുദേവനെ പറ്റിയുള്ള പ്രസംഗം അദ്ദേഹം വായിച്ചു. അതിനുശേഷം ഞങ്ങളടുത്ത് 185 പേരെ നേരിട്ട് കണ്ടു. 185 പേരുടെ ഗിഫ്റ്റ് മേടിച്ചു. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു പരിപാടി ഇവിടെ നടന്നു കാണുമെന്ന്. കാരണം അത്രയ്ക്ക് ഇന്ത്യയോടും ഹിന്ദു മതത്തോടുമുള്ള സ്നേഹം കൂടിയാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത് ഞാൻ വിശ്വസിക്കുന്നു. അത്രയ്ക്ക് ഒരു താല്പര്യം അവിടെ കണ്ടത് ഞാൻ പ്രത്യേകം ഓർക്കുകയാണ്. മാത്രമല്ല വേറെ 2 സാഹചര്യങ്ങളായിട്ട് കണ്ടു എന്ന് പറഞ്ഞു. അത് മൊത്തം അത് 3ാമത്തെ പ്രാവശ്യമാണ് ഞങ്ങൾ കാണുന്നത്. 3ാമത്തെ പ്രാവശ്യമാണ് ഈ ഡിസംബർ 30 കാണുന്നത്. മറ്റു ഓഗസ്റ്റ് 13 കണ്ടു, ഇത് ഡിസംബർ 30 കണ്ടു. ഈ പരിപാടി നടന്നത് 30 അപ്പൊ അദ്ദേഹം കടന്നു വന്ന് ശരിക്കും പറഞ്ഞാൽ 2 മണിക്കൂറാണ് ചെലവഴിച്ചത്. ഞങ്ങൾ ഒരു അരമണിക്കൂർ കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നില്ല. 2 മണിക്കൂർ ചെലവഴിച്ച് ഞങ്ങളുടെ പരിപാടി തീർന്നത് 3 മണിക്കൂറായി. എല്ലാവരെയും ചിരിച്ചാണ് അദ്ദേഹം സ്വീകരിച്ചത്. അപ്പം അതിന് പരിപാടിക്ക് ശേഷം ഒരു ഹൈന്ദവ സഹോദരൻ പറയുന്നത് കേട്ടു, അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആയി. പറഞ്ഞ 1 വാക്കാണ് 2 വാക്കാണ് പറഞ്ഞത്, പക്ഷെ ആ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആയി. അപ്പം ഞാൻ ഓർത്തു ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു പാഠമാണ്. നമ്മളെല്ലാം ധൃതിയിലാണ്, പക്ഷെ ലോകത്തിലെ ഏറ്റവും ധൃതിയുള്ള ആള് കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആണെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സാഹചര്യം. അപ്പോൾ തീർച്ചയായിട്ടും അന്ന് ഞങ്ങളുടെ അടുത്ത് പിന്നെ സീറ്റ് തിരിച്ചു കൊണ്ടുവന്നിട്ട് ഓഡിയൻസിനോടൊപ്പം അത് ഇരുന്നിട്ട് പറഞ്ഞു, തമാശകൾ പറഞ്ഞു. അതിന് പറഞ്ഞു സ്മൈൽ 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 വി ആർ ഓൺ ഫോട്ടോ. അങ്ങനെ ഒത്തിരി തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം ഒന്ന് ഞങ്ങൾക്ക് ഒരു വിട നൽകിയത്. ചണ്ടിമൻ സാർ, ഒരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഞാൻ സത്യം പറഞ്ഞാൽ
ഞാൻ അങ്ങയുടെ പിതാവിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഫ്രാൻസിസ് പിതാവായിട്ട് ഒരുപാട് സാമ്യമുള്ളതായിട്ട് എനിക്ക് തോന്നി. കാരണം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സാറ്. പ്രത്യേകിച്ച് പാവങ്ങളോട്, പാർശ്വവൽക്കരിക്കപ്പെട്ടവരോട്, സങ്കടപ്പെടുന്നവരോടൊക്കെ ഒരുപാട് കാരുണ്യം കാണിച്ച ഒരു വ്യക്തിയാണ് അങ്ങയുടെ പിതാവ്. അതേ ഒരു സിമിലാരിറ്റി എനിക്ക് നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയിലും കാണാൻ സാധിച്ചു, വേദനിക്കുന്നവരോട്. അതാണല്ലോ ഈ ആൾക്കാർ ഇങ്ങനെ ലോകത്തിന്റെ വിഭാഗത്തിൽ ഇന്നും നിൽക്കുന്നത്. എനിക്ക് അന്നത്തെ കാഴ്ച, എൻ്റെ പിതാവിന്റെ മരണ ദിവസം ഉണ്ടായിരുന്ന അതേ കാഴ്ചയുടെ ഒരു റിഫ്ലക്ഷൻ ആയിട്ടാണ് ഇത് തോന്നുന്നത്. പക്ഷെ അത് ചെറിയ തലത്തിലാണെങ്കിൽ ഇത് വലിയ ആഗോളതലത്തിൽ നിന്നുള്ള ഒരു മൊത്തം ആൾക്കാരും വരുന്നു. കാരണം അദ്ദേഹം അങ്ങനെയാണ്, എല്ലാവരും ഒരേ നീതി, ഒരേ രീതിയിലുള്ള പെരുമാറ്റം. എല്ലാവരും ചിരിക്കുക, 185 പേരും ചിരിച്ച് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ശ്രമകരമായ കാര്യം. ആ ശ്രമകരമായ കാര്യം അദ്ദേഹത്തിന് വളരെ സിമ്പിൾ ആയിരുന്നു. എനിക്ക് ചാണ്ടിമൻ സാറ് പറഞ്ഞൊരു കാര്യത്തോട് പ്രത്യേക ഒരു കാര്യം കൂട്ടിച്ചേർക്കാനുണ്ട്. അധികമാരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണിത്. പ്രത്യേകിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ട സമയത്ത് ഒരു കർദിനാള് മാർപ്പാപ്പയെ കണ്ട് തമാശ രീതിയിൽ എന്നാൽ അല്പം ഗൗരവമായി തന്നെ ഇങ്ങനെ പറഞ്ഞിരുന്നു, ഇദ്ദേഹമാണോ മാർപ്പാപ്പയായിരിക്കുന്നത്? ഒരിക്കലും ചിരിക്കാത്ത വ്യക്തിയാണ് അദ്ദേഹം. എന്നാൽ മാർപ്പാപ്പയായതിനു ശേഷമോ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല, അർജന്റീനയിലെ പ്രധാനമന്ത്രിയായിരുന്ന ക്രിസ്റ്റീന മാർപ്പാപ്പയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു എന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ എഴുതിയിരിക്കുന്നത്. എന്താണ് എഴുതിയിരിക്കുന്നത്? അതായത് മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ ആത്മകഥയിൽ എഴുതിയിരിക്കുകയാണ്, അർജന്റീനൻ പ്രധാനമന്ത്രി എഴുതി, ജോർജ് ബെർഗോളിയോ മാരിയോ അദ്ദേഹം, എന്നിട്ട് ഡോട്ട് ഇട്ടിരിക്കുകയാണ്, ചിരിക്കാത്ത വ്യക്തിയാണെന്ന് പറഞ്ഞു. അപ്പം ചാണ്ടിമൻ സാറ് അദ്ദേഹം ചിരിച്ച കാര്യത്തെക്കുറിച്ച് പറഞ്ഞു, എത്രയോ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. അദ്ദേഹം തമാശകൾ പറയും. ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങനൊരു ഫേസ് ഞാൻ അദ്ദേഹത്തിന് അന്നാണ് കാണുന്നത്. അത്രയും വളരെ സന്തോഷവാനായി, ഊർജ്ജസ്വലനായി അദ്ദേഹം ഉണ്ടായിരുന്നു. മാത്രമല്ല, ഞങ്ങൾ ഓരോരുത്തരും, ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു 4 പ്രാവശ്യം പോയി. ഞാൻ ആദ്യം അദ്ദേഹത്തിൻ്റെ ബ്ലെസ്സിങ് മേടിക്കാൻ ഞാനാണ് ആദ്യമായിട്ട് ലേമാനായിട്ട് ചെല്ലുന്നത്. ബാക്കി 2 പിതാക്കന്മാർ പോയതിനു ശേഷം ഞാനാണ് അവിടെ ചെന്നിട്ട്, ഞാനാണ് ആദ്യം അവിടെ ചെല്ലുന്ന വ്യക്തി. അത് എന്നെ 4 പ്രാവശ്യം വരെ അനുവദിച്ചു. അങ്ങനെ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങനെ എന്താ പറയുക, ഞങ്ങളെ സ്നേഹം കൊണ്ട് മൂടിയ അദ്ദേഹത്തിന് അതാണ്. അതെ, അതാണ് ഈ നിമിഷത്തിൽ അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, നമ്മൾ കേരളത്തിന്റെ വ്യക്തിപരമായ പശ്ചാത്തലത്തിൽ മാറി നിന്ന് ചിന്തിക്കുമ്പോൾ, ലോകം മുഴുവനും എല്ലാ മതവിഭാഗങ്ങളെയും ഉൾക്കൊണ്ട ആ പിതാവിന്റെ അസാന്നിധ്യം, ആ നഷ്ടം, അതെങ്ങനെയാണ് നോക്കി? അല്ല, ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ച ഓരോ വ്യക്തിയോടും പറഞ്ഞ നേതാവാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. ലോകത്തിന്റെ മാർപ്പാപ്പയാണ്, ലോകത്തിന്റെ പിതാവാണ്. നമ്മളെ ഇന്ന് വിട്ടുപിരിഞ്ഞിരിക്കുന്നതെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. ഞാൻ ഒരു കാഴ്ച കൂടി ഞാൻ മറക്കുന്നില്ല. അന്ന് വത്തിക്കാനിൽ വന്നപ്പോൾ ഇതിന് ചുറ്റും ആൾക്കാരാണ്. എൻ്റെ അടുത്ത് പിന്നെ അച്ഛന്മാർ പറഞ്ഞു, ഇറ്റലിയിലെ ഓരോ പള്ളിയിലും ആൾക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. കാരണം പരിശുദ്ധ പിതാവിൻ്റെ ഒരു നിർബന്ധം എല്ലാവർക്കും തുറന്നു കൊടുക്കണം, ക്രിസ്തുവിൻ്റെ ആ സ്നേഹം എല്ലാവർക്കും പ്രാക്ടിക്കലാക്കി കൊടുക്കുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞു. പള്ളികൾ തുറന്നു കൊടുത്ത് ആൾക്കാർ ഇവിടെ താമസിക്കുവാനും അവരുടെ മതമേതാണെന്നോ രാഷ്ട്രമേതാണെന്നോ ഒന്നും ചിന്തിക്കാതെ, നാളെ എന്താകുമെന്നൊന്നും ചിന്തിക്കാതെ ആ ദൈവത്തിൻ്റെ സ്നേഹം പ്രതിഫലിപ്പിച്ച പിതാവാണ് അദ്ദേഹം എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. തീർച്ചയായിട്ടും ചാണ്ടി ഉമ്മൻ സാറിൻ്റെ MLA-യുടെ ഈ വാക്കുകൾ, ഈ പങ്കുവെക്കൽ, അതൊരു ദൈവികമായ ഒരു പ്രചോദനം നമ്മുടെ ഹൃദയങ്ങളിൽ തീർച്ചയായിട്ടും നൽകുന്നുണ്ട്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു പ്രചോദനാത്മകമായ സന്ദേശം തന്നെയാണ്, പങ്കുവെക്കലാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. എനിക്കൊന്ന് ചാണ്ടിമൻ സാറിൻ്റെ ജീവിതത്തിലും ആ ഒരു സിംപ്ലിസിറ്റി, ആ ഒരു ദാരിദ്ര്യം നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ വലിയ ഒരു MLA-യുടെ ജാടയൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് ഇവിടെ വന്ന് ആൾക്കാരെ ഗ്രീറ്റ് ചെയ്യുകയും കൂടെ സെൽഫി എടുക്കുകയൊക്കെ ഞാൻ ശ്രദ്ധിച്ചു. ഏതായിരുന്നാലും ഗുഡ്നസ് ടെലിവിഷന് വേണ്ടി പ്രേക്ഷകരോട് ഈ നിമിഷം വത്തിക്കാൻ സ്ക്വയറിൽ പങ്കുവച്ചതിന് പ്രത്യേകം നന്ദി പറയുകയാണ്. ദൈവം അങ്ങയുടെ ശുശ്രൂഷകളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഫ്രാൻസിസ് മാർപ്പാപ്പ പാവങ്ങൾക്ക് വേണ്ടി, പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി അങ്ങയുടെ പിതാവും നിന്നതുപോലെ അങ്ങ് മറ്റുള്ളവർക്ക്, സങ്കടപ്പെടുന്നവർക്കും വേദനിക്കുന്നവർക്കും പാവങ്ങൾക്കൊക്കെ ഇതുപോലെ സ്നേഹവും കരുണയും കൊടുത്ത് അവരെ വളർത്തുവാനുള്ളൊരു മാധ്യമമായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. ഗുഡ്നസ് ടെലിവിഷന് വേണ്ടി വത്തിക്കാൻ സ്ക്വയറിൽ നിന്നും യൂറോപ്യൻ കോർഡിനേറ്റർ ഫാദർ ജോബി പോൾ.